നമസ്കാരം. സൈബർ അധിക്ഷേപം അതിപ്പോൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ. ഇന്ന് എനിക്കാണെങ്കിൽ നാളെ നിനക്ക്. ഇതാണ് ഈ കാര്യത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, ഇത്തരം അതിക്രമണങ്ങൾക്കെതിരെ ശക്തമായി തന്നെ പ്രതികരിച്ച് രംഗത്തെത്തിയ ദിവ്യ ശ്രീധറും ഭർത്താവ് ക്രിസ് വേണുഗോപാലുമാണ് ഇപ്പോൾ എവിടെയും ചർച്ചാ വിഷയം. ഫേക്ക് അടിയിൽ നിന്ന് വരുന്ന അധിക്ഷേപ കമന്റുകൾ ടാർഗറ്റഡ് ആക്രമണമാണെന്നും ഇതിന് പിന്നിൽ ആരാണെന്നറിയാമെന്നും താരദമ്പതികൾ പ്രതികരിച്ചിരിക്കുകയാണ് ഇപ്പോൾ. കല്ലുകൊണ്ടുണ്ടാക്കിയ മനസ്സൊന്നുമല്ല എനിക്ക്. ഞാൻ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ചാണ് പരിപാടികൾക്കൊക്കെ പോകാറുള്ളത്. എന്നാൽ 3Xലൊക്കെ ഇട്ട് വീഡിയോ എടുത്ത് മോശമായിട്ടാണ് ഓൺലൈനുകാർ കാണിക്കുന്നത്. അത് നമ്മൾ അറിയുന്നത് പോലുമില്ല. ബ്ലൗസ് ഇടുന്നവരൊക്കെ അതൊക്കെ ശരിയാക്കാറുണ്ടാകുമല്ലോ. അതുപോലെ തന്നെയാണ് ഞാനും ചെയ്യുന്നത്. ബ്ലൗസ് ഒക്കെ വലിച്ചിട്ട് അതിന് എന്താണ് തെറ്റ്? അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് എല്ലായിടത്തും ചൊറിച്ചിലാണെന്നൊക്കെയാണ് പറയുന്നത്. എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. കുഴിയിലേക്ക് കാല് വെക്കാനായി, എന്നാലും അടങ്ങാത്ത ഞരമ്പ് രോഗം എന്ന് പറയില്ലേ, അവരൊക്കെയാണ് കമന്റ് ചെയ്യുന്നത്. കെട്ടിക്കാൻ പ്രായമുള്ള മോളില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ എന്താണ് ചെയ്യുന്നത്? പത്തരമാറ്റ് അഭിനയിച്ചപ്പോൾ ക്രിസിനോട് ബഹുമാനമുണ്ടായിരുന്നു, ഇവളെ കെട്ടിയപ്പോൾ അത് പോയി. ഇതാണ് ചിലർ കമന്റ് ചെയ്യുന്നത്. എന്താണ് അതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ലെന്നാണ് ദിവ്യ പ്രതികരിക്കുന്നത്. ഇത് മാത്രമല്ല, അധിക്ഷേപ കമന്റ് ഇടുന്ന ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും നമ്മളെ ക്രിസ് ചേട്ടന്റെ വകയും നല്ല ചുട്ട മറുപടിയുണ്ട്. ഓൺലൈനുകാർ സെലിബ്രിറ്റികളെ കാണുന്നത് അവർക്ക് ഉപയോഗിക്കാവുന്ന കളിപ്പാട്ടം പോലെയാണ്. അവർക്ക് വേണ്ട രീതിയിൽ ഷൂട്ട് ചെയ്താൽ പൈസ കിട്ടും. അങ്ങനെ എച്ചിൽ നക്കി ജീവിക്കുന്ന ആൾക്കാരുമുണ്ട്. അതേസമയം പൈസയ്ക്ക് വേണ്ടി അമ്മയുടെയും പെങ്ങളുടെയും വരെ വീഡിയോ എടുക്കാൻ വിൽക്കുന്നവരുമുണ്ട്. പിന്നെ മോശം കമന്റ് ഇടുന്നവരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് നല്ല കുടുംബം ഉണ്ടാകില്ല. വിമർശന കമന്റ് ഇടുന്നവർക്ക് മറുപടി കൊടുക്കാൻ താല്പര്യമില്ല. ഞാൻ അവർക്കൊക്കെ എന്റെ നമ്പർ കൊടുക്കാൻ തയ്യാറാണ്. എനിക്ക് സെക്ഷൽ ക്യാപ്പബിലിറ്റി ഉണ്ടോ എന്നാണ് ചിലർക്ക് അറിയേണ്ടത്. വല്ലാത്ത കുഴപ്പം തന്നെയല്ലേ? അത് എന്റെ ഭാര്യയോട് ചോദിച്ചാൽ മനസ്സിലാകും. ഇവനെ കൊള്ളില്ലെന്ന് എന്റെ ഭാര്യ പറഞ്ഞാൽ ഞാൻ അതിൽ ആശങ്കപ്പെടണം. എന്നെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആളുകളാണ് അവന് അങ്ങനെ ആകുന്നുണ്ടോ ഇങ്ങനെ ആകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. ഇവർക്കൊക്കെ ഭ്രാന്തെന്നല്ലാതെ എന്ത് പറയാനാണ്? എന്നെ 10 പ്രാവശ്യം മുതുക്കന കിളവനാണെന്നൊക്കെ പറഞ്ഞാലും ഓരോ വർഷം കഴിയുമ്പോഴേ എനിക്ക് പ്രായമാകൂ. എനിക്ക് 49 വയസ്സായി, ദിവ്യയ്ക്ക് 40 വയസ്സ്. ഞങ്ങളുടെ പ്രായ വ്യത്യാസത്തിൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. നാട്ടുകാർക്കാണ് പ്രശ്നം. എന്തായാലും ഇരുവരെയും സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിക്കുന്നവരുടെ വായിൽ അമിട്ട് പൊട്ടിക്കുന്ന പോലെയാണ് ഇപ്പോൾ ഇങ്ങനൊരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്, അല്ലേ?